നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടിയം ജംഗ്ഷൻ വഴിയുള്ള കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ വാഹനം ഉപയോഗിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി. കേരളത്തിലാകമാനം 30 വർഷമായി മനുഷ്യൻ്റെ അവകാശ ലംഘനത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി. ദേശീയപാത നിർമ്മാണവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന റോഡ് വികസന പ്രവർത്തനങ്ങളിൽ കൊല്ലം ജില്ലയിൽ കൊട്ടിയം പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന യാത്രാ ബുദ്ധിമുട്ട് ഏറെയാണ്. അമിതമായ വാഹനങ്ങൾ റോഡിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുമ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും സ്വസ്ഥമായി സഞ്ചരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ നൽകിയിട്ടുള്ള നിർദ്ദിഷ്ട പാതയിലൂടെ അലക്ഷ്യമായി ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇന്നിവിടെ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന അംഗങ്ങൾ ഒരു അടിയന്തര യോഗം കൂടേണ്ട ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ടായി. തികച്ചും യാദൃച്ഛികമായി കൊട്ടിയം സന്ദർശിക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ തിരക്കുകൾ കണ്ടപ്പോൾ അവിടുത്തെ കാൽനടക്കാർ അനുഭവിക്കുന്ന ദുരിതം ഒട്ടും ജീവന് സുരക്ഷിതമല്ലാത്ത വിധത്തിലാണ് അശാസ്ത്രീയമായ നിർമ്മാണവും പ്രവർത്തനവും. ആ റോഡിലുള്ള പോകുന്നതെല്ലാം വളരെ അപകടം നിറഞ്ഞതാണ്. അവിടെ നടന്നു പോകുന്ന ഒരാൾക്ക് പോലും ജീവൻ സുരക്ഷിതമാണെന്ന് പറയാൻ വയ്യാത്ത വിധത്തിലാണ് ഇന്ന് അവിടെ കൊട്ടിയം ജംഗ്ഷൻ്റെ അവസ്ഥ. ബാക്കിയുള്ള പ്രദേശങ്ങളും അതുതന്നെയാണ്. അടിയന്തരമായി അതിന് പരിഹാരമുണ്ടാകണമെന്ന് ഈ ബന്ധപ്പെട്ട അധികാരികളത് ശ്രദ്ധിക്കണമെന്നാണ് ഈ സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. KSRTC വാഹനങ്ങൾ, ഹെവി പെർമിറ്റ് വാഹനങ്ങൾ പോലും ചില സമയങ്ങളിൽ കാൽനട യാത്രക്കാർ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് പാതയിലൂടെ വാഹനം ഓടിച്ചു പോകുന്നതും കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തി. ഒട്ടനവധി സ്കൂളുകളും കോളേജുകളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കൊട്ടിയം ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഈ കൊട്ടിയത്തെ ഗതാഗത കുരുക്കിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അറിയിക്കാനുള്ളത്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് സമിതി സംസ്ഥാന ഹാളിൽ കൂടിയ അടിയന്തര യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിരൻ സർ, സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര, സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ, സമിതി അംഗങ്ങളായ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വീരേന്ദ്രകുമാർ, KPCC ന്യൂനപക്ഷ വകുപ്പ് സംസ്ഥാന വൈസ് ചെയർമാൻ അൻവറുദ്ദീൻ ചാണിക്കൽ, വനിതാ വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്തകുമാരി എന്നിവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം. അടിയന്തരമായി കൊട്ടിയത്ത് 5 ഭാഗത്തു നിന്നാണ് വണ്ടികൾ വന്ന് കൊട്ടിയം ജംഗ്ഷനിൽ കയറുന്നത്. അവിടെ കാൽനട യാത്രക്കാർക്കോ 2 വീലർ യാത്രക്കാർക്കോ പോകാൻ ഒരു വഴിയുമില്ല. ഒരു ആംബുലൻസ് കടന്നു വന്നാൽ പോലും മുട്ടം പ്രശ്നമാണ്. ആളുകൾ ജീവൻ പണയപ്പെടുത്തിയാണ് പോകുന്നത്. പല അപകടങ്ങളും നടന്നു കഴിഞ്ഞു. റോഡ് അശാസ്ത്രീയമായ പണി നടക്കുന്നു. അവിടെ എല്ലാം കുണ്ടും കുഴിയാണ്. അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ അവിടെ ഇടപെട്ട് ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ മനുഷ്യാവകാശ സമിതിയുടെ പേരിൽ ആരംഭിക്കുന്നതായിരിക്കും. 45 മീറ്ററുള്ള ദേശീയപാതയുടെ സിംഹഭാഗവും നിർമ്മാണത്തിലിരിക്കുകയാണ്. ഇരുവശങ്ങളിലുള്ള സർവീസ് റോഡ് മാത്രമാണ് വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഉപയോഗയോഗ്യമായിട്ടുള്ളത്. എന്നാൽ ഈ 2 വശത്തും 7 മീറ്റർ വീതിയിൽ ഇപ്പോൾ സർവീസ് റോഡില്ല. അതിൻ്റെ ഏകദേശം 1 മീറ്ററോളം ഓട പണിഞ്ഞ് സ്ലാബിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ട് വാഹനങ്ങൾക്ക് കൃത്യമായി ഓടിപ്പോകാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ പല ഭാഗങ്ങളും മഴ പെയ്തു കഴിഞ്ഞാൽ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥയിൽ അടിയന്തരമായ ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാം. മനുഷ്യാവകാശ സംരക്ഷണ സമിതി എല്ലായ്പ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. യഥാർത്ഥത്തിൽ കൊട്ടിയത്തും പരിസര പ്രദേശങ്ങളിൽ കാണുന്നത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർക്കും 2 വീലേഴ്സിനും യാത്ര ചെയ്യാനോ സുഗമമായി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നേരിടുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും ഈ കാൽനട യാത്രക്കാർക്കും 2 വീലേഴ്സിനുമാണ്. അതിന് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. കൂടാതെ എത്രയും പെട്ടെന്ന് ഈ റോഡുകളുടെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായി തുറന്നു കൊടുക്കേണ്ട നടപടി എത്രയും പെട്ടെന്ന് അധികാരികൾ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ മനുഷ്യാവകാശ സംരക്ഷണ സമിതിക്ക് അറിയിക്കാനുള്ളത്. ഇന്നത്തെ അവസ്ഥ കൊട്ടിയം സർവീസ് റോഡിൻ്റെ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
കൂടുതലും ആ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, ജോലി കഴിഞ്ഞ് മടങ്ങി പോകാനും രാവിലെ പോകാനും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ അംഗങ്ങളായ ഞങ്ങൾ ഈ ഒരു വാർത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കൂടിയിരിക്കുന്നത്.